നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മൊസ്കിറ്റോ നെറ്റ് വെച്ചിട്ട് ഏറ്റവും ഈസി ആയിട്ടൊരു ബ്രീഡിംഗ് ബോക്സ്, വളരെ ചിലവ് കുറഞ്ഞ ഒരു 15 രൂപ ചിലവിൽ നമുക്കുണ്ടാകാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് ബോക്സാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ഞാനിപ്പോൾ 1 മീറ്റർ മൊസ്കിറ്റോ നെറ്റ് വാങ്ങിച്ചതാണ്. ഇതിൽ നിന്ന് എനിക്കിപ്പോൾ എങ്ങനെ വന്നാലും ഒരു 4 ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കാനുള്ള സൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു 60 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ 4 ബ്രീഡിംഗ് ബോക്സ് ആണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 15 രൂപ ഒക്കെ ആവുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ വളർത്തുന്നത് ബക്കറ്റാണോ അല്ലെങ്കിൽ ബേസിനാണോ ടാങ്കാണോ അങ്ങനെ വെച്ച് നമ്മൾ ആവശ്യമുള്ള അളവിൽ അത് മുറിച്ചെടുക്കുക. അതിനുശേഷം 4 അരികും മടക്കി നമുക്ക് എത്ര ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്ത് വേണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മളതിൻ്റെ ഒന്ന് മടക്കി വയ്ക്കുക. മടക്കൊക്കെ അതിനകത്ത് വീഴും. അല്ലെങ്കിൽ നമ്മളൊരു പെന്നോ ഏതെങ്കിലും അടുത്തൊന്ന് മാർക്ക് ചെയ്യുക. അത് ആണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒരിക്കലും മുറിച്ച് കളയുന്നില്ല. അതാണ് നമ്മുടെ ഇതിനകത്ത് പ്രത്യേകത. അപ്പോൾ നമ്മളിതിൻ്റെ അരികു മാത്രം ഒന്ന് വെട്ടി എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ സ്വസ്തിക്ക് പോലെ ഒരു ഷേപ്പിലാണ് നമ്മളത് വെട്ടിയത്. അത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മടക്കി ജോയിൻ ചെയ്യാം ഓരോ എഡ്ജുകളും. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തത് ഇതാണ്, നമ്മുടെ കോട്ടഡ് ആയിട്ടുള്ള, അതായത് പ്ലാസ്റ്റിക് കോട്ടുള്ള വയറാണ് ഞാൻ യൂസ് ചെയ്തത്, സിംഗിൾ സ്റ്റാൻഡേർഡ് വയർ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത് കാണാം. ഇപ്പോൾ 4 വയറിൽ തന്നെ അത് കറക്റ്റായിട്ട് നിൽക്കും. പിന്നെ കുറച്ചും കൂടി ഒരു ഉറപ്പിനും റിജിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സൈഡിലും ഒരു 2-3 തരത്തിൽ അല്ലെങ്കിൽ വെച്ചേക്കും. കാരണം കുറച്ചും കൂടി കാലം കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഒന്ന് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വെറും ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്കൊരു ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഈ മൊസ്കിറ്റോ നെറ്റ് ഇതാണെങ്കിലും വെള്ളത്തിൽ കിടന്ന് അങ്ങനെ ചീത്തയാവാത്ത നല്ല പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. നമ്മളിപ്പോൾ ജനലിലൊക്കെ പിടിപ്പിക്കുന്നതാണ്. അത്യാവശ്യം നമ്മുടെ ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മോളീസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരെ ഇതിനകത്ത് കൂടെ സുഖമായിട്ട് കടന്നു പോകാം. പിന്നെ സീബ്ര ബ്രീഡിങ്, ടെട്ര ബ്രീഡിങ് ഒക്കെ ചെയ്യുന്നവർക്കും ഈ നെറ്റ് തന്നെ യൂസ് ചെയ്യാം. കാരണം അതിൻ്റെ എഗ്സ് ഇതിനകത്ത് കൂടെ പൊക്കോളും. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ബ്രീഡിംഗ് ബോക്സ് തന്നെയാണ് ഇത്. വളരെ എളുപ്പമാണ് ചെയ്യാൻ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ വിലയും കുറവാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്ന കർഷകരാണെങ്കിലും വലിയ രീതിയിലും ഇത് ഉണ്ടാക്കാം, വലിയ സൈസിലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് സ്ട്രക്ചർ നമുക്ക് വേണ്ടി വരും. ഇതാകുമ്പോൾ അതിൻ്റെ തന്നെ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ബലത്തിൽ അത് ഷേപ്പായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഒരു 15 രൂപയുള്ളൂ. പക്ഷെ നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ഗപ്പീസ് എങ്ങനെ വന്നാലും അതിൻ്റെ കുഞ്ഞുങ്ങളെ പകുതിയിലധികം തിന്നും. നമ്മൾ എന്തോരം ചെയ്താലും ആ കുഞ്ഞുങ്ങൾ കുറേ എണ്ണം നഷ്ടപ്പെട്ടു പോകും. ഹൈബ്രിഡ് ഗപ്പീസ് ഇത്ര വില കൂടിയ ഐറ്റംസ് ആയ കാരണം നമ്മൾ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു ബ്രീഡിംഗ് കേജ് വെച്ചാൽ നമുക്ക് ലാഭം തന്നെ ഉണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10-20 കുഞ്ഞെങ്കിലും സുഖമായിട്ട് ഇതിനകത്ത് കൂടെ രക്ഷപ്പെട്ട് കിട്ടിയാൽ, നമുക്കറിയാം ഹൈബ്രിഡ് ഗപ്പീസിൻ്റെ എണ്ണം കുറവായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം മെച്ചം നമുക്ക് ലാഭം നമുക്കുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് ഇത്രയും നേരം കൊണ്ട് തന്നെ ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഫിനിഷിങ് ഫൈനൽ ഇതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, നല്ല സ്ട്രക്ചർ, നല്ല ഭംഗിയുള്ള, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബ്രീഡിംഗ് ബോക്സാണ്. ഇപ്പോൾ ഞാൻ ഇതിനകത്തൊരു 3 പെയറൊക്കെയാണ് ഇത്രയുള്ള ഒരു ബ്രീഡിംഗ് ബോക്സിൽ ഞാൻ വെക്കുന്നത്. പിന്നെ ഞാൻ ഇതെൻ്റെ സീബ്ര ബ്രീഡിങ്ങിനും ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. വലിയ ട്രെയിനിങ്ങും അങ്ങനെയൊന്നും അറിയാനും അളവുകളും അറിയാനൊന്നുമില്ല. ജസ്റ്റ് ആ അരികു മുറിച്ച് മടക്കി വെക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ നമ്മുടേതായ ഒരു സ്കില്ല് വെച്ച് നമ്മളത് എല്ലാ ഭാഗവും ഒന്ന് ഇത് വെക്കുക. അപ്പോൾ അധികം നൂലിട്ട് ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം നൂല് കുറച്ച് നാൾ കഴിയുമ്പോൾ ദ്രവിച്ചൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ ഈ കോർണറുകളിൽ ഗ്യാപ്പില്ലാതെ നോക്കുക. അപ്പോൾ കോർണറിലെ ഗ്യാപ്പും കൂടി നമുക്ക് ഒഴിവാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് നല്ല ടൈറ്റായിട്ട് ഒരു സൈഡിൽ തന്നെ ഒരു 6 ഇതിട്ട് കെട്ടുക. അല്ലെങ്കിൽ നമ്മൾ സിപ്പ് ലോക്ക് ഇത് കിട്ടും. സിപ്പ് ലോക്കിന് നമുക്ക് ഏകദേശം ഒരു 50 പൈസ 1 രൂപയൊക്കെ വെച്ചാണ് ഏറ്റവും ചെറിയ സൈസിന് വരുന്നത്. അപ്പോൾ അത് വാങ്ങിച്ച് അതുകൊണ്ട് ടൈ ചെയ്താലും മതി. ടൈ വയറെന്നോ അങ്ങനെയാണ് പറയും. അതിനേക്കാളും നല്ലത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എക്കണോമിക്കൽ. ഞാനതാണ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഉള്ളവരോ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ബ്രീഡിംഗ് ബോക്സ് കൊണ്ട് ശരിക്കും ഗുണം തന്നെ ഉണ്ടാവുള്ളൂ, നമുക്കൊരു നഷ്ടവും ഉണ്ടാവുന്നില്ല, ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഞാൻ ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ ഓരോ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നതായിരിക്കും. താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക.